2018 ലോകമാകെ ശ്രദ്ധിച്ച പ്രളയ ദുരന്തത്തെ തുടർന്നും പറവൂർ മണ്ഡലത്തിൽ ജനങ്ങളെ സഹായിക്കുന്നതിനും അവരെ ഉദ്ധരിക്കുന്നതിനും വേണ്ടിയാണെന്നുള്ള വ്യാജേനെ അന്നത്തെ പറവൂരിൻ്റെ MLA-യും പിന്നീട് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീ VD സതീശൻ ആവിഷ്കരിച്ച പുനർജനി എന്നുള്ള പദ്ധതി പിന്നീട് വലിയ തട്ടിപ്പാണെന്നും ആ പദ്ധതിയിലൂടെ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ധാരാളം പണം സമാഹരിക്കപ്പെട്ടെന്നും സമാഹരിച്ച പണത്തിന് ആനുപാതികമായുള്ള സഹായങ്ങൾ ഈ പറവൂർ മണ്ഡലത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ലഭിച്ചിട്ടില്ല എന്നുമുള്ള സത്യം കോൺഗ്രസിനകത്തു നിന്ന് തന്നെയും ഈ പറവൂർ മണ്ഡലത്തിലും വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. പിന്നീട് കേരളമാകെ അത് പുനർജനി തട്ടിപ്പ് എന്നുള്ള പേരിൽ പ്രസിദ്ധമായി. പല വീഡിയോകളും പുറത്തിറങ്ങി. UK ബർമിംഗ്ഹാമിൽ ഒരു വിരുന്നു സൽക്കാരത്തിനിടെ നൂറുകണക്കിന് വിദേശ ഇന്ത്യക്കാരെയും അതുപോലെ തന്നെ വിദേശ ഇംഗ്ലീഷ് പൗരന്മാരെയും സാക്ഷിയാക്കിക്കൊണ്ട് പറവൂരിന്റെ അന്നത്തെ MLA ശ്രീ VD സതീശൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം നമ്മളെല്ലാവരും കേട്ടു. എൻ്റെ നാട് വലിയ ദൈന്യതയിലാണ്. ഈ പറവൂർ മണ്ഡലത്തിലെ മനുഷ്യരുടെ ദൈന്യതയെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് പല വീഡിയോകളിൽ ആ ഹാളിൽ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം, 4 വീഡിയോകളിൽ പറവൂരിലെയും കേരളത്തിലെയും പ്രളയ ദുരിതങ്ങളുടെ കാഴ്ചകൾ ഇങ്ങനെ കാണിക്കുകയാണ്. ആ പ്രളയ ദുരിതങ്ങൾ കാണിച്ചുകൊണ്ട് VD സതീശൻ പറയുകയാണ്, നിങ്ങൾ കുറഞ്ഞതൊരു 100 പൗണ്ട് വെച്ചെങ്കിലും തരണം എല്ലാവരും. അതുകൊണ്ട് ഞാൻ എൻ്റെ മണ്ഡലത്തിലെ മനുഷ്യർക്ക് തയ്യൽ മെഷീൻ ഉൾപ്പെടെ വീടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചു കൊടുക്കാൻ പോവുകയാണ്. ആ മണ്ഡലമാകെ തകർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ കോർഡിനേറ്റ് അവിടെ ചെയ്ത് കൊണ്ടുപോയ മണപ്പാട് ഫൗണ്ടേഷന്റെ MD പറയുന്നുണ്ട്, നിങ്ങളിത് ധൈര്യമായി ചെയ്തോളൂ, ഇത് കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള മനുഷ്യനാണ് ചോദിക്കുന്നത്, VD സതീശനെ ചൂണ്ടിക്കാണിച്ചിട്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ പറവൂരിന്റെ കേരളത്തിന്റെ ദൈന്യതയെ അന്യനാടുകളിൽ കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ ധനസമാഹരണം ഈ കേരളത്തെ മുങ്ങിത്താഴ്ത്തുപോയ കേരളത്തെ അസൂയാവഹമായ രീതിയിൽ ലോകത്തിന് മാതൃകയായ രീതിയിൽ കൈപിടിച്ചുയർത്തിയ റീബിൽഡ് കേരള എന്ന് പറയുന്ന മഹത്തായ പദ്ധതിയുടെ നായകൻ ഇന്നിപ്പോൾ 2.5 മാസക്കാലത്തെ ഇടവേള കൊണ്ട് മാത്രം മലയാളികളെല്ലാം തന്നെ ഹൃദയവായ്പോടുകൂടി അന്നത്തെ LDF സർക്കാർ ഉണ്ടായിരുന്നെങ്കിൽ, അന്നത്തെ ഞങ്ങളുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നെങ്കിൽ, അന്നത്തെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ ഓർക്കുന്ന ആകുലതയോടുകൂടി വിഹലതയോടുകൂടി പറയുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ആ ദുരിതത്തിൽ നിന്ന് കേരളത്തെ LDF സർക്കാർ കൈപിടിച്ചുയർത്തിയപ്പോ കൂടുതൽ ധനസഹായത്തിന് വേണ്ടി വിദേശത്ത് പോകുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അനുവാദം ചോദിച്ചുകൊണ്ട് നമ്മൾ അനുവാദത്തിന് കേന്ദ്രത്തിന് കത്ത് കൊടുത്തപ്പോൾ കേന്ദ്രവും അനുവാദം നിഷേധിച്ചു. അതുപോലെ തന്നെ അന്നത്തെ സംസ്ഥാനത്തെ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നേതാക്കളും പറഞ്ഞു, മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശത്ത് പോകേണ്ടതില്ല, ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തുരങ്കം വെച്ചവർ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകേണ്ടതില്ല എന്ന് പറഞ്ഞവർ, പ്രതിരോധ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയം കുത്തിക്കയറ്റി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചവർ, ദുരിതകാലത്ത് പോലും സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നവർ, അവരാണ് പുനർജനിയുടെ പേരിൽ കേരളത്തെ രക്ഷിക്കാൻ, പറവൂരിനെ രക്ഷിക്കാൻ എന്നുള്ള പേരിൽ ധനസമാഹരണം നടത്തിയത്. ആ ധനസമാഹരണം എവിടം വരെ എത്തി? ഈ പറവൂരാണല്ലോ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടത്. ഈ പുനർജനി പദ്ധതി അന്നത്തെ പറവൂർ MLA കൊണ്ടുവന്നതിന്റെ പുറകിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ പറവൂരിനെ പുനരുദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് LDF സർക്കാരായിരുന്നു. കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ധനസഹായം കിട്ടിയത് ഈ പറവൂരിനായിരുന്നു. 2000 പുതിയ വീടുകൾ, പ്രളയത്തിൽ തകർന്ന വീടുകൾക്ക് VD സതീശൻ 16 വീടിന്റെയും 76 വീടിന്റെയും 216 വീടിന്റെയും കണക്ക് പറയുമ്പോ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ LDF നേതാക്കൾക്കൊപ്പം LDF മന്ത്രിമാർക്കൊപ്പം വന്ന് ഈ മൂത്തുകുന്നത്തെ മഹത്തായ ക്ഷേത്രാങ്കണത്തിന്റെ മുറ്റത്ത് വന്ന് വടക്കേക്കര പഞ്ചായത്തിലെ 500 മനുഷ്യർക്ക് പ്രളയത്തിൽ തകർന്ന പുതിയ വീടുകളുടെ താക്കോൽ സമ്മാനിച്ചു. ചേന്ദമംഗലത്ത് പാലിയം സമരഭൂമിയിൽ പാലിയം നടയിൽ വന്ന് 500-ലധികം പേർക്ക് 512 മനുഷ്യർക്ക് വീടുകൾ സമ്മാനിച്ചു. ചിറ്റാറ്റുകര പഞ്ചായത്തിൽ കോട്ടുപള്ളിയിൽ പറവൂട്ടവണിൽ ഉൾപ്പെടെ 2200ഓളം വീടുകൾ തകർന്നു പോയ മനുഷ്യർക്ക് വീട് വെച്ചു കൊടുത്ത റീബിൽഡ് കേരള സഹകരണ വകുപ്പ് കെയർ ഹോം പദ്ധതിയിലൂടെ കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് എത്തിച്ചേർന്ന് 100 കണക്കിന് മനുഷ്യർക്ക് വീട് വെച്ചു കൊടുത്തു.
സന്നദ്ധ സംഘടനകൾ സർക്കാരിന്റെ ആഹ്വാനത്തിലൂടെ വന്ന് നൂറുകണക്കിന് മനുഷ്യർക്ക് വീട് വെച്ചു കൊടുത്തു. ഇവിടെ പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി നിരവധി റോഡുകൾ പുതുക്കി പണിതു, നിരവധി പാലങ്ങൾക്ക് ധനസഹായം ലഭിച്ചു, നിരവധി സ്കൂളുകൾക്ക് ധനസഹായം ലഭിച്ചു, നിരവധി മനുഷ്യർക്ക് മുറ്റത്ത് വെള്ളം കയറിയവർക്ക് തുടങ്ങി വീടിടിഞ്ഞു പോയവർക്ക് വരെ 10,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ലഭിച്ചു. വടക്കേക്കര പഞ്ചായത്തിൽ ഭാവിയിലെ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള റെസ്ക്യൂ ഷെൽട്ടർ, മനോഹരമായ 1000കണക്കിന് സ്ക്വയർ ഫീറ്റിൽ ഇന്നും പ്രവർത്തിക്കുന്ന റെസ്ക്യൂ ഷെൽട്ടർ LDF സർക്കാർ പണിത് കൊടുത്ത് ഈ പറവൂർ മണ്ഡലത്തിൽ മാത്രം ചെയ്ത കാര്യം, ഒരു കോഴി നഷ്ടപ്പെട്ടാൽ 50 രൂപ അക്കൗണ്ടിൽ, ഒരു താറാവിന് 100 രൂപ, ഉപജീവന മാർഗമായിരുന്ന പശുവിന് 4 കാലി മൃഗം പോയപ്പോൾ 30,000 രൂപ, 400 കോടിയിലേറെ രൂപ ഈ പറവൂർ മണ്ഡലത്തിൽ പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി ഹൃദയ വായ്പോടുകൂടി കേരളത്തിലെ ഏതു മണ്ഡലത്തിനേക്കാൾ ഉപരിയായി LDF സർക്കാർ കനിഞ്ഞ് സഹായിച്ച, അവരുടെ ചുമതല നിർവഹിച്ച ഒരു മണ്ഡലമാണ് ഈ പറവൂർ മണ്ഡലം. അന്നേരമാണ് ഒരു ഓലപ്പടക്കം പൊട്ടിക്കാൻ പുനർജനി എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് പരിപാടി വന്നത്. ആ രാഷ്ട്രീയം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തിനായിരുന്നു പുനർജനി? LDF സർക്കാരിനെ ഇകഴ്ത്താൻ, ഈ മഹത്തായ പ്രവർത്തനങ്ങളെ ചുരുക്കിക്കെട്ടാൻ അതിനുവേണ്ടി രൂപീകരിച്ച മണപ്പാട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് NGOയെയും കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി പലവട്ടം അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പരിശോധിച്ചാൽ അറിയാം, വിദേശ രാജ്യങ്ങളിൽ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ പോലും അനുവാദമില്ലാതെ യാത്ര ചെയ്ത് അദ്ദേഹം ധനസമാഹരണം നടത്തി. ഇവിടെ വലിയ വിവാദമായി, നിരവധി ചോദ്യങ്ങളുണ്ടായി. പറവൂരിലെ LDFും CPMും ഓരോ രാഷ്ട്രീയ കക്ഷികളും എല്ലാം തന്നെ സമരങ്ങൾ സംഘടിപ്പിച്ചു. ഇതിന്റെ കണക്ക് പുറത്തു വിടണം. അദ്ദേഹം ആദ്യം നിശ്ചയിച്ചു, ഞാൻ അങ്ങനെ ധനസമാഹരണം നടത്തിയിട്ടില്ല. ഈ TVയിൽ ഒരു പത്രസമ്മേളനത്തിൽ വലിയ നുണ പറഞ്ഞു, ഞാൻ അങ്ങനെ 10 പൈസ പിരിച്ചിട്ടില്ല. തെളിവുകൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പിരിച്ചിട്ടുണ്ട്, പിരിച്ചതിന്റെ കണക്ക് പിന്നെ പറയാം. നിയമസഭയിൽ സഖാക്കൾ ജെയിംസ് മാത്യുവും ഇവിടെ ഇരിക്കുന്ന സഖാവ് S ശർമ്മയും ഉൾപ്പെടെ M സ്വരാജും ഉൾപ്പെടെ രേഖകൾ സഹിതം, ടേപ്പ് സഹിതം തെളിവുകൾ പുറത്തുവിട്ടപ്പോൾ പറഞ്ഞു, ഞാൻ പറയേണ്ടവരോട് പറഞ്ഞുകൊള്ളാം. ഈ പറവൂരിലെ TVയിൽ പറവൂർ MLA VD സതീശന്റെ പ്രസിദ്ധമായ ഒരു വീഡിയോ ടേപ്പ് ഉണ്ട്. അതെന്താണെന്നറിയാമോ? തിരുത്തി പറയുന്ന വീഡിയോ ടേപ്പ്. ഞാൻ പിരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയാണ് എന്നെ സഹായിച്ചത്. ഞങ്ങൾ ആ ധനസമാഹരണം ഈ പറവൂർ ടൗൺ ഹാളിൽ വെച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും. ആ വീഡിയോ, നഗ്നമായ സത്യം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ മൊഴിയുന്നത് ഈ പറവൂരിലെ മുഴുവൻ ജനതയും കേട്ടു. മാത്രവുമല്ല, എത്ര രൂപ ആകെ പിരിച്ചു, എത്ര വീട് പണിതു, എത്ര തയ്യൽ മെഷീൻ കൊടുത്തു, എത്ര ധനസഹായം നൽകി എന്നുള്ള കാര്യം ഞാൻ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി അത് രേഖയായി പ്രസിദ്ധീകരിച്ച് എന്റെ പബ്ലിക് ഡൊമൈനിൽ പ്രസിദ്ധീകരിച്ച് ഈ സംശയങ്ങളും ഈ ആരോപണങ്ങളെയും ഞാൻ അതിജീവിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് വരെ 2019 മുതൽ ഇന്ന് 2026 വരെയുള്ള 7 വർഷക്കാലം പിന്നിടുമ്പോൾ പോലും ഒരിക്കൽ പോലും പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സത്യസന്ധമായ കണക്കോ ഗുണഭോക്താക്കളുടെ ലിസ്റ്റോ അതുമായി ഉണ്ടായിട്ടുള്ള ധനസമാഹരണത്തിന്റെ വിവരങ്ങളോ ഈ പറവൂരിന്റെ MLA ആയിട്ടുള്ള, ഇപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഈ VD സതീശൻ നിർവഹിച്ചിട്ടില്ല. നുണകൾ ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഈ പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞ ധാരാളം നുണകളുണ്ടല്ലോ. നമുക്കിവിടെ കേട്ടാൽ അത്ഭുതപ്പെടുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഒരു മഴക്കാലം, ഒരു കോഴിക്കാല്, ഒരു സ്വർണ്ണക്കട, ഒരു ഹെലികോപ്റ്റർ, ആഹാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ധാരാളം കാർട്ടൂണുകൾ വരികയാണ്. 8 മണിക്കൂർ സമയം, അമൂല്യമായ സമയം ലഭിച്ചിട്ട് പോലും ആഗസ്റ്റ് മാസം, ജൂലൈ മാസം 31 ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 11 മണി വരെ ഉറക്കം തൂങ്ങിയിരുന്ന ഒരു സർക്കാർ, ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ കൊടുക്കാതെ, പുനരധിവാസത്തിനുള്ള പ്രവർത്തനങ്ങൾ നടത്താതെ, കളക്ടർമാരുടെ മീറ്റിംഗ് വിളിക്കാതെ, വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കാതെ നുണ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്, ഒരു നുണ കൂടി പറയുന്നുണ്ട്. പറവൂർ മണ്ഡലമല്ലോ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രളയമുണ്ടായത് പറവൂരാണ്. ഈ പറവൂരിലെ ക്യാമ്പുകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കൊടുങ്ങല്ലൂരിലെയും എറണാകുളത്തെയും കടകളിൽ നിന്ന് ഞാൻ കടം മേടിച്ചു കൊണ്ടുവന്നുകൊണ്ടാണ് പറവൂരിലെ ജനങ്ങൾ ഭക്ഷണം കഴിച്ചെന്നുള്ള പച്ച നുണ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഇങ്ങനെ നുണ പറയുമ്പോൾ ഞങ്ങൾ ഈ പ്രളയ ദുരിതം അനുഭവിച്ച ആയിരങ്ങൾ, 10,000 ഉണ്ടല്ലോ. 3 ദിവസക്കാലം ഈ മുഖ്യമന്ത്രി ഈ പറവൂർ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾ അതിന് കുറ്റം പറയുന്നില്ല. ദേശത്തെ ഭാര്യ വീട്ടിൽ ഇപ്പോൾ കുപ്രസിദ്ധമായി പുതുക്കിപ്പണിത 1.5 കോടി രൂപ മുടക്കി പുതുക്കിപ്പണിതിട്ടുള്ള അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുള്ള ഈ ദേശത്തെ ഭാര്യ വീടുണ്ടല്ലോ, ആ ഭാര്യ വീട്ടില് അദ്ദേഹം കുടുങ്ങിപ്പോയി. കുറ്റം പറയാൻ പറ്റില്ല, വെള്ളം മുങ്ങി, ദേശം മുങ്ങിപ്പോയതാ. ദേശത്തുകാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. പക്ഷെ നുണ പറയണ എന്തിനാ? 3 ദിവസം ചോര നീരാക്കി LDFന്റെ പ്രവർത്തകർ, ഈ നാട്ടിലെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ ക്യാമ്പുകളെ സഹായിക്കാൻ, ഈ ക്യാമ്പുകൾ
സംഘടിപ്പിക്കാൻ വെള്ളത്തിലായ മനുഷ്യരെ ഇവിടെ ഇരിക്കുന്ന സഖാവ് ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളെ അവസാന കാലത്ത് വിമർശിച്ചെങ്കിലും കുറ്റബോധത്തോടു കൂടിയായിരിക്കും വിമർശനം ഉണ്ടാവുക. ഭരത് സലിംകുമാർ അദ്ദേഹത്തിന്റെ വീട്ടില് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പോയി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ഒരു വൈരാഗ്യമില്ല. നിങ്ങൾ നിർണായകമായ ഒരു സമയത്ത് നിങ്ങളെ വലിയ ജീവിത പ്രതിസന്ധിയിൽ നിന്ന് വരെ രക്ഷിച്ച ഒരു പ്രസ്ഥാനത്തെ, ഒരു സാമൂഹ്യ നന്മയെ, ഒരു കൂട്ടായ്മയെ, അതിന്റെ പേരാണ് ഇടതുപക്ഷം. മുഖ്യമന്ത്രിയെ വിളിച്ചു, എടുത്തില്ല. അവസാനം സഖാവ് ശർമ്മയെ വിളിച്ചു, എടുത്തു. മണിക്കൂറുകൾ കൊണ്ട് ബോട്ടെത്തി. സഖാവ് സലിംകുമാറിനെയും കുടുംബത്തെയും രക്ഷിച്ച് ക്യാമ്പിൽ എത്തിച്ചു. അതായിരുന്നു ഇടതുപക്ഷം. അവരോട് പോലും ഞങ്ങൾക്ക് വിരോധം ഉണ്ടായില്ല ഇടതുപക്ഷത്തിന്. പക്ഷെ നിങ്ങൾ നുണ പറയുമ്പോൾ 3 ദിവസം ഈ പ്രദേശത്തെയുള്ള LDF-ന്റെ പ്രവർത്തകർ, സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ, ഒരു രാഷ്ട്രീയവുമില്ലാത്ത ചെറുപ്പക്കാർ എല്ലാവരും കഷ്ടപ്പെട്ട് ബോട്ടുകളിൽ അതുപോലെ തന്നെ വഞ്ചികളിൽ മനുഷ്യരെ രക്ഷിച്ച് ഉടുതുണി മാത്രമായി ക്യാമ്പുകളിലേക്ക് റെസ്ക്യൂ ചെയ്യുമ്പോൾ അവിടെ ഒന്നുമില്ലാതിരുന്ന ഈ സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, പറവൂരിന്റെ MLA പച്ച നുണ പറയുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ. ഞങ്ങളാണ് ക്യാമ്പുകൾ നയിച്ചത്, ഈ നാട്ടിലെ മനുഷ്യരാണ് ക്യാമ്പുകൾ നയിച്ചത്, സംസ്ഥാന സർക്കാരാണ് സഹായിച്ചത്. അത് പറയാൻ ഇത്ര നാണക്കേടെന്നാണ് നിങ്ങൾക്ക്? ഈ നുണകൾ പറഞ്ഞ് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ വരെ അപകടത്തിലാകുന്ന വാട്ട് അബൌട്ടറി എന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് സ്വയം ചോദ്യമുണ്ടാക്കി വളിച്ച മറുപടികൾ പറയുന്ന ഒരു നാണക്കേട് പറവൂരിന്റെ മുകളിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. അതിനെ തുറന്ന് കാണിക്കണം. അതിനെ തുറന്ന് കാണിക്കേണ്ടതുണ്ട്. ഈ പുറജനി തട്ടിപ്പിനെ തുറന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ തെളിവുകൾ ശേഖരിച്ചു വരുന്നതിനിടെ വിജിലൻസ് കേസ് എടുത്തതിന് ശേഷം ആ വിജിലൻസ് കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി PD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായ ക്യാബിനറ്റിൽ അദ്ദേഹത്തിന് കീഴിലുള്ള ഒരു മന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഒരു കഷ്ണം വെള്ളക്കടലാസ് കൊണ്ടുവന്ന് ഒരു ദിവസം രാവിലെ പത്രക്കാരുടെ മുമ്പിൽ നിന്ന് പറയുകയാണ്, വിജിലൻസ് കേസ് ഞങ്ങൾ അവശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവശേഷിപ്പിക്കാൻ പറ്റില്ല. വിദേശ നാണയ വിനിമയ ചട്ടലംഘനമുള്ള ഫെമയുടെയും ഫറയുടെയും ലംഘനം നടത്തിയിട്ടുള്ള ഗൗരവതരമായ അന്വേഷണം വേണ്ട, രാജ്യാന്തര ഏജൻസികൾ അന്വേഷിക്കേണ്ട അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കില്ല. എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ സദസ്സ് അദ്ദേഹത്തിന്റെ മണ്ഡലമായ, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ഈ പറവൂരിൽ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്.